വളരെ പെട്ടെന്ന് ഒരു നാടൻ ബീഫ് കറി ഉണ്ടാക്കിയാലോ. എല്ലാ ഐറ്റംസും ജസ്റ്റ് ഒന്ന് കുക്കറിൽ ഇട്ടിട്ടൊന്ന് വേവിക്കുന്ന പരിപാടിയേ ഉള്ളൂ. അത്ര ഈസിയാണ്. അപ്പം നമുക്കിത് എങ്ങനെ നേരിട്ട് തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം കേട്ടോ. ഒരു കിലോ ബീഫ് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് പറഞ്ഞു തരാം ഓരോന്നായിട്ട്. ഒരു 13 നമ്പേഴ്സോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക്. ബാക്കി നമ്മൾ വറ്റൽമുളകും കാര്യങ്ങളൊക്കെയാണ് ചേർക്കുന്നത്. ഒരു ചൂണ്ടുകല്ലിൻ്റെ അത്ര വലിപ്പമുള്ള ചെറിയ സ്ലിം ആയിട്ടുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറിയ രീതിയിൽ തന്നെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. 2 പച്ചമുളക് ഞാൻ ഇത് നടുക്ക് ഇങ്ങനെ ചീന്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 പീസ് കറുവപ്പട്ട ചേർക്കുന്നുണ്ട്. ഒരു 4 നമ്പേഴ്സ് ഏലക്കായും ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 6 പീസോളം ഗ്രാമ്പൂവും കൂടെ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഞാൻ വലിയ ഒരു സവാളയും ഒരു ചെറിയ ഒരു സവാളയുടെ ഹാഫും കൂടെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എല്ലാം ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കുകയാണ്. ചെറിയ സൈസ് തക്കാളി ആയതുകൊണ്ട് ഞാൻ 2 തക്കാളിയാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് കേട്ടോ. കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം, ഒരു 3 നമ്പേഴ്സ് നമ്മുടെ വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതെല്ലാം നമ്മൾ കുക്കറിലേക്കാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് പിടിച്ചിട്ട് നമ്മുടെ ബീഫിൽ നന്നായിട്ട് പിടിച്ചിട്ടായിരിക്കും വരിക. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഒരു 10-20 ചെറിയ ഉള്ളിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എനിക്ക് അരിയാൻ മടി, അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ ഈ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഉള്ളി കളറിന് മാത്രമാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഗരം മസാലയും കൂടി ഇടാണ്ട് ഒരു 1/2 ടീസ്പൂൺ അതും കൂടെ ഇട്ടിട്ട് വേണ്ട മിക്സ് ചെയ്യാൻ, മറന്നു പോയതാണ്. ഞാൻ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്യുക. ആവശ്യത്തിനുള്ള കറി ലീവ്സും കൂടെ ചേർക്കുക. കറി ലീവ്സ് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അപ്പോൾ അത് ഫുൾ ഫ്ലെയിമിൽ ഞാൻ 1 വിസിലും ബാക്കി 8 വിസിൽ വളരെ സിമ്മിലുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കുക്കറിനനുസരിച്ചും ബീഫിൻ്റെ വേവിനനുസരിച്ചും ഇതൊക്കെ മാറ്റം ഉണ്ടാവും. ഇവിടുത്തെ ബീഫ് ആയതുകൊണ്ട് നല്ല വിസിൽ വേണം. അതുകൊണ്ടാണ് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ബീഫ് കറിയാണ് ഈ ഒരു ടൈപ്പ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി വീഡിയോ എന്നായിട്ട് ഇടാമെന്നുള്ളത് കരുതിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. ബീഫ് കറിക്കും സാധാരണ വെറും ചോറിനും നെയ്ച്ചോറിനും എല്ലാത്തിനും പറ്റിയതാണ്. അടിപൊളി ഐറ്റമാണ് കേട്ടോ. വളരെ ഈസിയാണ്. പിന്നെ ബിസി മൗസിനൊക്കെ വളരെ ഈസിയാണ് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ. പിന്നെ ടേസ്റ്റിന് ഒരു കുറവുമില്ല. ഭയങ്കര ടേസ്റ്റാണ്. ചെറിയുള്ളിയാണ് ഇതിൻ്റെ മെയിൻ ഒരു ടേസ്റ്റ് കൊടുക്കുന്ന ഐറ്റം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.